കല്യാണ മണ്ഡപത്തിലെ വലിയ കണ്ണാടിക്ക് മുന്നിൽ ഇരിക്കുമ്പോഴും ആര്യയുടെ കവളിലൂടെ കണ്ണുനീർ ഒലിച്ചിറങ്ങുന്നുണ്ടായിരുന്നു. കഴുത്തിൽ തിളങ്ങി നിൽക്കുന്ന പുതിയ താലിമാലയിലേക്ക് അവൾ വെറുപ്പോടെ നോക്കി. അരമണിക്കൂർ മുൻപ് വരെ അവളുടെ മനസ്സ് നിറയെ വലിയൊരു പ്രതീക്ഷയായിരുന്നു. ബാല്യകാല സുഹൃത്തും അമ്മയും കുടുംബവും കണ്ണടച്ച് വിശ്വസിച്ച നിഖിലായിരുന്നു അവളുടെ വരൻ. അച്ഛന്റെ പെട്ടെന്നുള്ള മരണശേഷം രോഗിയായ അമ്മയെയും അനുജത്തിയെയും സംരക്ഷിക്കാൻ കഷ്ടപ്പെടുന്ന ആര്യയ്ക്ക് നിഖിലിന്റെ ആലോചന വലിയൊരു ആശ്വാസമായിരുന്നു. പക്ഷേ താലികെട്ടിന് തൊട്ടുമുൻപ് നിഖിൽ അപ്രത്യക്ഷനായി. കല്യാണം മുടങ്ങിയാൽ ഈ പെൺകുട്ടിയുടെ ജീവിതം തീർന്നു എന്ന് പറഞ്ഞ നാട്ടുകാരും ബന്ധുക്കളും ബഹളം വെച്ച ആ നിമിഷത്തിലേക്കാണ് ഒരു കറുത്ത ആഡംബരക്കാർ മണ്ഡപത്തിന് മുന്നിൽ വന്നു നിന്നത്. അതിൽ നിന്ന് ഇറങ്ങി വന്നത് ആര്യ ജോലി ചെയ്യുന്ന പ്രമുഖ ആർക്കിടെക്ചർ കമ്പനിയുടെ ഉടമസ്ഥനായ വിക്രം റോയി ആയിരുന്നു. ഗൗരവക്കാരനായ ജോലിക്കാരുടെ ചെറിയ തെറ്റുകൾ പോലും പൊറുക്കാത്ത കടുപ്പക്കാരനായ ബോസ്. എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് വിക്രം ആര്യയുടെ അമ്മയുടെ അരികിലേക്ക് നടന്നു ചെന്നു. അമ്മ അനുവദിച്ചാൽ ഈ വിവാഹം ഞാൻ കഴിക്കാം. ആര്യയുടെ മാനത്തിന് ഒരു ഭംഗവും വരില്ല. അമ്മയുടെ കണ്ണുനീരും നാട്ടുകാരുടെ നിർബന്ധത്തിന് മുന്നിൽ തോറ്റ് ഒരു യന്ത്രത്തെ പോലെ ആര്യ മണ്ഡപത്തിലിരുന്നു. വിക്രം അവളുടെ കഴുത്തിൽ താലി ചാർത്തി. കാറിൽ വിക്രമിന്റെ വലിയ ബംഗ്ലാവിലേക്ക് പോകുമ്പോൾ ആര്യ രോഷത്തോടെ ചോദിച്ചു, എന്തിനാണ് വിക്രം സർ ഇത് ചെയ്തത്? എന്റെ സങ്കടം കണ്ട് ദയ തോന്നി ചെയ്തതാണോ? അതോ എന്റെ മേൽ അധികാരം കാണിക്കാനോ? എനിക്ക് നിഖിലിനെ മാത്രമേ സ്നേഹിക്കാൻ കഴിയൂ. വിക്രം പുറത്തേക്ക് നോക്കി ശാന്തനായി പറഞ്ഞു, എന്റെ ജീവിതത്തിൽ ഞാൻ എടുത്ത ഒരു തീരുമാനത്തിനും ദയയല്ല കാരണം ആര്യ. സത്യങ്ങൾ നീ അറിയുന്ന ഒരു ദിവസമുണ്ട്, അതുവരെ എന്നെ വിദ്വേഷിച്ചോളൂ. വിക്രമിന്റെ വലിയ കൊട്ടാര സമാനമായ വീട്ടിൽ ആര്യയ്ക്ക് ലഭിച്ചത് ഒരു തടവുകാരിയുടെ ജീവിതമായിരുന്നു. വിക്രമിന്റെ ആഡംബരപൂർണമായ ജീവിത രീതികൾക്കിടയിൽ അവൾ വല്ലാതെ ഒറ്റപ്പെട്ടുപോയി. വിക്രമിന്റെ അമ്മ ലളിതാദേവി അവളോട് സംസാരിക്കാൻ പോലും കൂട്ടാക്കിയിരുന്നില്ല. കടക്കിണിയിലായ ഒരു സാധാരണ കുടുംബത്തിലെ പെൺകുട്ടി നമ്മുടെ വീട്ടിലെ മരുമകളായി വന്നത് അപമാനമാണ് എന്നവർ പരസ്യമായി പറഞ്ഞു. എന്നാൽ വിക്രം ഓഫീസിലും വീട്ടിലും ഒരുപോലെ ശാന്തനായിരുന്നു. അവരോട് അപമര്യാദയായി പെരുമാറാനോ അവളുടെ അനുവാദമില്ലാതെ തൊടാനോ അയാൾ മുതിർന്നില്ല. രാത്രികളിൽ ആര്യ മുറിയിലെ സോഫയിൽ ഉറങ്ങുമ്പോൾ വിക്രം തന്റെ സ്റ്റഡി റൂമിൽ ജോലികളിൽ മുഴുകി. 2 ആഴ്ചകൾ കടന്നുപോയി. ആര്യയുടെ മനസ്സിൽ ഒരു കാര്യം മാത്രമായിരുന്നു പ്രധാനം. നിഖിലിന് എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക? അവൻ തന്നെ തനിച്ചാക്കി ഓടിയതാണോ? അതോ വിക്രം പണം കൊടുത്ത് അയാളെ ഭീഷണിപ്പെടുത്തി ഓടിച്ചതാണോ? തന്റെ കയ്യിലുള്ള തുച്ഛമായ സമ്പാദ്യം കൊണ്ട് ഒരു സ്വകാര്യ അന്വേഷകനെ ഏർപ്പാടാക്കാൻ അവൾ തീരുമാനിച്ചു. അതിനായി ഒളിപ്പിച്ചു വെച്ച ചില രേഖകൾ എടുക്കാൻ വിക്രമിന്റെ റൂമിലെ രഹസ്യ അലമാര തുറന്ന് ആര്യ കണ്ടത് അവളെ ഞെട്ടിക്കുന്ന കാര്യങ്ങളായിരുന്നു. വിക്രമിന്റെ പേഴ്സണൽ അലമാരയിൽ ഒരു വലിയ ഫയൽ ഉണ്ടായിരുന്നു. അതിൽ ആര്യയുടെ കുടുംബത്തിന്റെ പേരും അച്ഛന്റെ സ്വത്തുക്കളുടെ വിവരങ്ങളും വ്യക്തമായി രേഖപ്പെടുത്തിയിരുന്നു. ആ ഫയലിലെ പ്രമാണങ്ങൾ വായിച്ചു തുടങ്ങിയ ആര്യയുടെ കൈകൾ വിറച്ചു. അവരുടെ പരേതനായ അച്ഛൻ അവർക്കായി കരുതി വെച്ച കോടികൾ വിലമതിക്കുന്ന ഹൈവേയോട് ചേർന്നുള്ള ഒരു ഏക്കർ ഭൂമി. ആ ഭൂമി വ്യാജരേഖ ചമച്ച് സ്വന്തമാക്കാൻ ശ്രമിച്ചത് മറ്റാരുമല്ല, നിഖിൽ. അമ്മയുടെ അറിവില്ലായ്മയും രോഗാവസ്ഥയും മുതലെടുത്ത് വിവാഹത്തിന് മുൻപ് തന്നെ പ്രമാണങ്ങളിൽ ഒപ്പിടുവിച്ച് വാങ്ങാൻ നിഖിൽ പദ്ധതിയിട്ടിരുന്നു. വിവാഹം കഴിഞ്ഞ് ഏതാനും ആഴ്ചകൾക്കുള്ളിൽ ആ സ്വത്ത് വിറ്റ് പണവുമായി വിദേശത്തേക്ക് കടക്കാനായിരുന്നു അവന്റെ ലക്ഷ്യം. അതിനേക്കാൾ വലിയ സത്യം മറ്റൊരു പേപ്പറിൽ ഉണ്ടായിരുന്നു. കഴിഞ്ഞ 3 മാസമായി ആര്യയുടെ അമ്മയുടെ ചികിത്സയ്ക്കായി ആശുപത്രിയിൽ അടച്ച ലക്ഷക്കണക്കിന് രൂപയും അവളുടെ അച്ഛന്റെ പഴയ കടങ്ങൾ വീട്ടിയതും വിക്രം റോയി ആയിരുന്നു. വിവാഹ ദിവസം നിഖിൽ ഓടിപ്പോയതല്ല, വ്യാജരേഖകളുമായി സ്വത്ത് വിൽക്കാൻ ശ്രമിച്ച നിഖിലിനെ വിക്രമിന്റെ ആളുകൾ പോലീസിൽ ഏൽപ്പിച്ചതായിരുന്നു. മണ്ഡപത്തിൽ വെച്ച് തന്റെ കുടുംബത്തിന്റെ മാനം കാക്കാനും ആര്യയെ ഈ വലിയ ചതിക്കുഴിയിൽ നിന്ന് രക്ഷിക്കാനുമാണ് വിക്രം ആ സ്ഥാനത്തേക്ക് കയറി നിന്നത്. കണ്ണീരണിഞ്ഞ കണ്ണുകളോടെ ആര്യ ആ ഫയൽ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. എന്റെ ദൈവമേ, ഞാൻ ആരോടാണ് പകവെച്ച് പുലർത്തിയത്? എന്നെ സ്നേഹിച്ചവൻ എന്നെ വൽക്കഷണമായി കണ്ടപ്പോൾ ഞാൻ വെറുത്ത മനുഷ്യൻ എൻ്റെ രക്ഷകനായി മാറുകയായിരുന്നു. അന്ന് വൈകുന്നേരം വിക്രം മുറിയിലേക്ക് വരുമ്പോൾ ആര്യ കരഞ്ഞുകൊണ്ട് ജനലരികിൽ നിൽക്കുകയായിരുന്നു. മേശപ്പുറത്ത് തുറന്നു വെച്ച ഫയൽ കണ്ടപ്പോൾ വിക്രമിന് കാര്യം മനസ്സിലായി. അയാൾ പതുക്കി അവളുടെ അടുത്തേക്ക് വന്നു. സോറി ആര്യ, ഈ സത്യങ്ങൾ നിന്നിൽ നിന്ന് ഒളിച്ചു വെക്കാനാണ് ഞാൻ ശ്രമിച്ചത്. നിന്റെ വിശ്വസ്തനായ സുഹൃത്ത് നിന്നെ ചതിച്ചു എന്നറിയുമ്പോൾ നിനക്കുണ്ടായേക്കാവുന്ന വിഷമം താങ്ങാൻ കഴിയില്ലെന്ന് കരുതിയാണ് ഞാനൊന്നും പറയാതിരുന്നത്. ആര്യ വിക്രമിൻ്റെ മുന്നിലേക്ക് നടന്നു ചെന്നു. അവളുടെ കണ്ണുകളിൽ ഇപ്പോൾ വെറുപ്പായിരുന്നില്ല, പകരം കടപ്പാടും ആഴത്തിലുള്ള പ്രണയവുമായിരുന്നു. എന്തിനാ വിക്രം സാർ ഇത്രയധികം സഹിച്ചത്? എൻ്റെ അഹങ്കാരവും ദേഷ്യവും സഹിച്ചിട്ടും എനിക്ക് വേണ്ടി എന്തിനാണ് ഇത്രയും കാര്യങ്ങൾ ചെയ്തത്? വിക്രം പതുക്കെ അവളുടെ കൈകൾ ചേർത്ത് വെച്ചു. ഓഫീസിൽ നീ ജോലി ചെയ്യുമ്പോൾ നിന്റെ കഠിനാധ്വാനവും ആത്മാഭിമാനവും ഞാൻ കണ്ടതാണ്. നിന്റെ കുടുംബത്തെ തകർക്കാൻ ഒരാൾ ശ്രമിക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. പിന്നെ ഇതൊരു ദയയല്ല ആര്യ, എൻ്റെ ഉള്ളിലെ പ്രണയമായിരുന്നു. പക്ഷേ അത് നിന്റെ മേൽ അടിച്ചേൽപ്പിക്കാൻ ഞാൻ ആഗ്രഹിച്ചിരുന്നില്ല. ആര്യ വിക്രമിന്റെ തോളിലേക്ക് തലചായ്ച്ചു പൊട്ടിക്കരഞ്ഞു. മാസങ്ങൾക്ക് ശേഷം സ്വത്ത് തട്ടിയെടുക്കാൻ ശ്രമിച്ച നിഖിലും കൂട്ടാളികളും അർഹിച്ച ശിക്ഷ വാങ്ങി ജയിലിലായി. ആര്യ ഇപ്പോൾ വിക്രമിന്റെ കമ്പനിയിലെ വെറുമൊരു ജീവനക്കാരിയല്ല, മറിച്ച് ആ വലിയ സാമ്രാജ്യത്തിന്റെ തുല്യ പങ്കാളിയാണ്. സുലോചന ദേവി പോലും
അവളുടെ സ്നേഹത്തിനും ആത്മാഭിമാനത്തിനും മുന്നിൽ വഴങ്ങി അവളെ സ്വന്തം മകളെപ്പോലെ സ്വീകരിച്ചു. സുഹൃത്തുക്കളെ, മധുരമുള്ള വാക്കുകൾ പറയുന്നതിനേക്കാൾ നമ്മൾ അറിയാതെ നമുക്ക് വേണ്ടി തണലായി നിൽക്കുന്നവരാണ് യഥാർത്ഥ സ്നേഹത്തിന് അർഹർ. ഈ കഥയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കില്ലല്ലോ. ഇതുപോലെയുള്ള മികച്ച സ്റ്റോറി ആൻഡ് ലൈഫ് ലെസൺ വീഡിയോകൾക്കായി ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി.